ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അടുത്ത ടോപ്പിക്കാണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ ഈ പടത്തിൽ L1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, L2 എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. എ എന്നുള്ള പോയിന്റിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചു. ഇവിടെ മറ്റൊരു ടോപ്പിക്കാണ്, ഈ രണ്ട് ലൈൻസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, തീറ്റ. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ തീറ്റ 90 ഡിഗ്രിയേക്കാളും കുറവാണെന്ന് നമുക്കറിയാം. ഈ തീറ്റയ്ക്ക് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. അപ്പോൾ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ആംഗിളും സെയിം ആയിരിക്കും. അത് രണ്ടും അക്യൂട്ടാണ്. ഈ ആംഗിളും സെയിം ആയിരിക്കും. അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഒരു അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ അക്യൂട്ട് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഈ അക്യൂട്ട് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഡെറിവേഷനൊന്നും നമുക്ക് പഠിക്കാനില്ല. ആ ഫോർമുല അതേപോലെ കാണാതെ പഠിച്ചാൽ മതി. ഫോർമുല ഇതാണ്. L1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഏത് സ്ട്രെയിറ്റ് ലൈൻ എടുത്താലും അതിനൊരു സ്ലോപ്പ് ഉണ്ടാവും. ഇതിൻ്റെ സ്ലോപ്പ് M1, ഇതിൻ്റെ സ്ലോപ്പ് M2. അപ്പോൾ L1 എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് M1ഉം L2 എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് M2ഉം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റയാണ്. അതിന് ടാൻ തീറ്റ കണ്ടുപിടിക്കാനൊരു ഫോർമുലയുണ്ട്. M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ഇതാണ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് തീറ്റ കിട്ടും. അപ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ഈ തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിളാണ്. അപ്പോൾ ഇവിടെ M1 മൈനസ് M2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് വരുന്നു കഴിഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ കിട്ടില്ല. അപ്പോൾ എന്താണ്, നമുക്ക് പോസിറ്റീവ് മാത്രം മതി. അതിന് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2 ആണ് ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള അക്യൂട്ട് ആംഗിൾ ആകുമ്പോൾ ടാൻ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ഈ ഫോർമുല നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഈ ഫോർമുല ഉപയോഗിച്ച് ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിക്കും. 7 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 4 ലൈൻസ് ഇവിടെ ഉണ്ട്. L1 L2 ഈ രണ്ട് ലൈൻസിൻ്റെ പ്രത്യേകത, ഈ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആംഗിൾ ഇല്ലാത്തതുകൊണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ഈസ് 0. രണ്ട് പാരലൽ ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 0 എന്ന് പറയാം. ഈ രണ്ട് ലൈൻസ് നോക്കുക, ഇതൊരു ലൈൻ, ഇത് മറ്റൊരു ലൈൻ. ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. അതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി. അപ്പോൾ രണ്ട് പർട്ടിക്കുലർ കേസസ് ആണ്. പാരലൽ ലൈൻസിൻ്റെ ആംഗിൾ 0യും പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയും ആയിരിക്കും. അടുത്ത പ്രോബ്ലമാണ്, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഹാവിങ് സ്ലോപ്സ് ഓഫ് 1 ആൻഡ് 1/2 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ രണ്ട് ലൈൻസ് ഉണ്ട്. ആ രണ്ട് ലൈൻസിൻ്റെയും സ്ലോപ്സ് തന്നിട്ടുണ്ട്, M1ഉം M2ഉം. അപ്പോൾ ആദ്യത്തെ M1 എന്ന് എടുക്കുക. സ്ലോപ്പ്, ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് M1 1. സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് M2 ഇസ് ഈക്വൽ ടു 1/2. ഇനി നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കണ്ടുപിടിക്കുന്നതിന് ടാൻ തീറ്റയുടെ ഫോർമുല എഴുതാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M1 മൈനസ് M2 ബൈ 1 പ്ലസ് M1 M2. ഈ ഫോർമുല അറിയാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ M1 M2 ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുക. അപ്പോൾ M1ൻ്റെ വാല്യൂ 1 മൈനസ് 1/2 ബൈ 1 പ്ലസ് 1 ഇൻറ്റു 1/2. 1 മൈനസ് ഹാഫ്, 1 നിന്ന് അര പോയാൽ അര, ബൈ 1ഉം ഹാഫും കൂടെ ചേർത്താൽ 3/2. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 1/3 എന്ന് വരും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/3. ഇതാണ് അക്യൂട്ട് ആംഗിൾ.
ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കും. 3 മാർക്കിനോ ചിലപ്പം 7 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ടോ ആയിരിക്കും ചോദിക്കുന്നത്. ഈ പ്രോബ്ലം ഫൈൻഡ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ആണ്. പക്ഷേ ഇവിടെ സ്ലോപ്പ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ചോദിച്ചാൽ 7 മാർക്ക് കിട്ടും നമുക്ക് ഈ പ്രോബ്ലം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ലൈനിൻ്റെ ഇക്വേഷൻ ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. y = mx + c. അതിൽ c ആണ് m ആണ് സ്ലോപ്പ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ y = എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ രണ്ട് സൈഡിലോട്ട് മാറ്റണം. y വരുന്നത് ഒരു ലെഫ്റ്റ് സൈഡിലും ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലും. അപ്പോൾ നമുക്കിത് ഈ ഇക്വേഷൻ എടുക്കാം. 7x - 4y = 0. ഇതിൽ 4y ഒരു സൈഡിലും 7x മറ്റൊരു സൈഡിലും. അപ്പോൾ 7x = 4y എന്ന് എഴുതാം. 7x = 4y. അപ്പോൾ 4y = 7x എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വൈയും റൈറ്റ് സൈഡിൽ എക്സും. ഇനി y മാത്രമേ പാടുള്ളൂ. ഈ ഇക്വേഷനകത്ത് y = അപ്പോൾ y ഇവിടെ നിന്ന് 4y ഉണ്ട്. 4yയിൽ y ആക്കാനായിട്ട് ഡിവൈഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7/4x എന്ന് കിട്ടും. +0. ഇവിടെ c 0 ആണ്. അപ്പോൾ ഇതാണ് m1. ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 = 7/4. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനെ ഇതേപോലെ എഴുതണം. സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. 3x - 11y + 5 = 0. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്നും y ഒരു സൈഡിലും ബാക്കി രണ്ടും മറു സൈഡിലേക്ക് മാറ്റി എഴുതാം. 3x - 11y + 5 = 0. ഇതിൽ 11y ഒരു സൈഡിലും ബാക്കി രണ്ടും മറു സൈഡിലും. അപ്പോൾ -11y റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. 3x + 5 = 11y എന്ന് വരും. തിരിച്ചെഴുതാം. അപ്പോൾ 11y = 3x + 5. നമുക്ക് വേണ്ടത് y = എന്ന്. അപ്പം 11 വേണ്ട ഇവിടെ. അപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. y = 3/11 × x + 5/11. ഇവിടെ ഇത് mx + c. നോക്കട്ടെ, y = mx + c. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് സ്ലോപ്പാണ് m2. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ്റെ സ്ലോപ്പ് m2 3/11. അപ്പോൾ m1 m2 കിട്ടി. ഇനി നമുക്ക് tan θ കണ്ടുപിടിക്കണം. tan θ = ഇതാണ് tan θ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി m1 m2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -7/4 - 3/11 divided by 1 + 7/4 × 3/11. ഇത് നിങ്ങൾ തെറ്റിക്കാതെ ചെയ്യണം. ഇത് ഫ്രാക്ഷൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ഇവിടെ ഫ്രാക്ഷൻ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. 7ഉം 11ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 11. ദെൻ -4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 7ഉം 11ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 4ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 ബൈ 4 ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 11 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ്? ഇവിടെ 1/1 ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ ഇത് 4 × 11. 4 × 11 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 11 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് താഴെ 4 × 11 ആണ് 44. അതുകൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഇവിടെ 1/1 ആണ്. 1 കൊണ്ട് 7 × 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7 × 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്. 1 × 4 × 11 4 × 11 ഇങ്ങനെ വരും. ഈ 4 × 11ഉം ഈ 4 × 11ഉം വെട്ടിപ്പോകും. അപ്പോൾ tan θ = മോഡുലസ് ഓഫ് ഇത് 77 - 12 ബൈ ഇത് 44
plus 21 is equal to modulus of ഇത് 65 by ഇതും 65 അത് 1 എന്ന് വരും. tan theta is equal to 1. Therefore theta is equal to 45 degree. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് 45 ഡിഗ്രി. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പുറം ചെയ്യാണ്ട് 7 മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇതിനകത്തുനിന്ന്. അപ്പോൾ നിങ്ങൾ തെറ്റാതെ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഈ പ്രോബ്ലവും തൊട്ട് മുമ്പ് ചെയ്ത പോലുള്ള പ്രോബ്ലമാണ്. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് M1 കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് M2 കണ്ടുപിടിക്കണം. അപ്പോൾ M1 M2 കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുക്കാം. 4x - 3y = 8. ഇതിൽ y വരുന്നത് ഒരു സൈഡിലും ബാക്കി രണ്ടും മറു സൈഡിലും. അപ്പോൾ ഈ -3y റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു, 8 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. 8 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -8 വരും. -3y റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 3y. ഇനി ആദ്യം 3y എഴുതണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് y = mx + c. y എന്ന് എഴുതണം. y വരണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ y = 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/3x - 8/3. അപ്പോൾ ഇതാണ് m1. m1 = 4/3. അപ്പോൾ ഒരു സ്ലോപ്പ് കിട്ടി, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി. അടുത്ത ലൈൻ എന്ന് പറയുന്നത് 2x + 5y = 4. അപ്പോൾ y ഒരു സൈഡിലും ബാക്കി രണ്ടും മറു സൈഡിലും. അപ്പോൾ y ലെഫ്റ്റ് സൈഡിൽ തന്നെ നടക്കട്ടെ, 5y. ഈ 2xനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 4 - 2x. ഇനി നമുക്ക് 5y = -2x ആദ്യം എഴുതാം, +4. നമുക്ക് mx + c എന്നാണ് വരേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഇനി 5y എന്ന് വരണ്ട, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. y = -2/5x + 4/5. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -2/5 ആണ്. അപ്പോൾ സ്ലോപ്പ് m2 = -2/5. അപ്പോൾ m1 m2 കിട്ടി. ഇനി നമുക്ക് tan θ കണ്ടുപിടിക്കണം. അതിനുള്ള ഫോർമുലയുണ്ട്. tan θ = ഇതാണ് tan θ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയി. m1 4/3 മൈനസ് m2 എന്ന് പറയുന്നത് -2/5 by 1 plus 4/3 into -2/5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. m1 m2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. tan θ മോഡുലസ് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4 × 5 20. ഇത് പ്ലസ് വരും, മൈനസ് പ്ലസ്. ഇത് 2 × 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 × 5. ഇത് മൈനസ് പ്ലസ് 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 × 3 ഡിവൈഡഡ് ബൈ 3 × 5. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, 3 × 5 ഡിവൈഡഡ് ബൈ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ടെങ്കിൽ 3 × 5 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 × 5. ഇത് പ്ലസ് മൈനസ്, അപ്പോൾ മൈനസ്. ഇവിടെ 1/1 ആണ്. ആ 1 കൊണ്ട് 4 × 2നെ മൾട്ടിപ്ലൈ ആണ്. 4 × 2 ഡിവൈഡഡ് ബൈ 3 × ഇവിടെ താഴെ 1 ആണ്. അപ്പോൾ 1ഉം 3ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 × 5. ഈ 3 5 ക്യാൻസൽ ആവും. tan θ = മോഡുലസ് ഓഫ് ഇത് 20 പ്ലസ് 6 ഡിവൈഡഡ് ബൈ ഇത് 15 മൈനസ് 8. അപ്പോൾ tan θ = ഇത് 26 ബൈ 15 മൈനസ് 8 7 26/7. അപ്പോൾ θ = tan ഇൻവേഴ്സ് 26/7. ഇത്രയും ചെയ്യാനുണ്ട്. നിങ്ങൾ വീണ്ടും എഴുതി പഠിക്കുക. 3-4 തവണയെങ്കിലും എഴുതി പഠിച്ചാലേ ഇത് തെറ്റാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ് ആണ്. ചോദിച്ചാൽ 7 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ഇത് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം.
അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദി അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ y is equal to 3x plus 1 and y is equal to minus 4x plus 3. y is equal to 3x plus 1 and y is equal to minus 4x plus 3. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ y1 നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് ആണ്. അപ്പോൾ m1 is equal to 3 എന്ന് എഴുതാം. m2 is equal to minus 4 എന്ന് എഴുതാം. tan തീറ്റയുടെ ഫോർമുല modulus of m1 minus m2 by 1 plus m1 m2 is equal to modulus of m1 is 3 minus 4 divided by 1 plus 3 into minus 4 is equal to ഇത് 3 plus 4 by ഇത് minus 12 1 minus 12 modulus of 7 by minus 11 is equal to പോസിറ്റീവ് എടുക്കണം 7 by 11. അപ്പോൾ tan theta 7 by 11. Theta is equal to tan inverse 7 by 11. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക.